ഇനി രാജ്യാന്തര തലത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ മുൻ പാർലമെന്റ് അംഗത്തെയും അംഗരക്ഷകനെയും അക്രമി സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. മുർസൽ നബിസാദയും അവരുടെ അംഗരക്ഷകനുമാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. കൊലപാതകികളെ കണ്ടെത്തിയിട്ടില്ല. US പിന്തുണയുള്ള സർക്കാർ അഫ്ഗാൻ ഭരിച്ചിരുന്ന സമയത്താണ് നാബിസാദ പാർലമെന്റിൽ അംഗമായിരുന്നത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ രാജ്യഭരണം പിടിച്ചെടുത്തതോടെ നാബിസാദ ഉൾപ്പെടെയുള്ളവർ പുറത്തായി. ഇരുവരും വെടിയേറ്റത് വീട്ടിൽ വെച്ചാണ്. ആക്രമണത്തിൽ നാബിസാദയുടെ സഹോദരനും പരിക്കേറ്റിട്ടുണ്ടെന്നും സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വക്താവ് ഖാലിദ് സദ്രാൻ പറഞ്ഞു. അഫ്ഗാന്റെ ഭയമില്ലാത്ത യോദ്ധാവെന്നാണ് നാബിസാദയെ മുൻ ജനപ്രതിനിധി മറിയം സൊലൈമാൻകിൽ ട്വിറ്ററിൽ വിശേഷിപ്പിച്ചത്. അഫ്ഗാനിൽ നിന്ന് പുറത്തുപോകാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് നാബിസാദ ആഗ്രഹിച്ചതെന്നും അവർ ചൂണ്ടിക്കാട്ടി. നങ്കർഹാർ സ്വദേശിയായ നാബിസാദ 2018 കാബൂളിൽ നിന്നാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. താലിബാൻ അധികാരത്തിലേറിയതോടെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.